നമസ്കാരം സാറേ. മണി ഏതാണ്ട് 5:30 ആയല്ലോ. ഇന്നത്തെ ഓഫീസിൽ ഇറങ്ങാൻ താമസിച്ചോ? ഞാൻ കൃത്യസമയം പാലിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി സമയം 5 മണി വരെയാണ്. അത് ഞാൻ കൃത്യമായി പാലിക്കുന്നുണ്ട്. കാരണം നിയമത്തോട് വളരെയധികം ബഹുമാനമുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് ഞാനും. സാറിനറിയാലോ, ഞാനും ഇതുവരെ ഒരു നിയമം ലംഘിച്ച് ഒന്നും ചെയ്യാറില്ല. ഉത്തമൻ ഇപ്പൊ നിയമം ലംഘിച്ചിരിക്കുകയാണ്. ഉത്തമന്റെ ഹെൽമറ്റ് എവിടെ? ഓ, അത് ഭയങ്കര മെനക്കേട് സാറേ. ഈ ഹെൽമറ്റ് വെച്ച് വണ്ടി ഓടിച്ച് എനിക്ക് ശീലമല്ല, അതുകൊണ്ടാണ്. അത് ശരിയല്ലല്ലോ ഉത്തമ. ഉത്തമനെയും ഉത്തമനെ പോലുള്ള മറ്റ് സ്കൂട്ടർ യാത്രക്കാരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഹെൽമറ്റ് നിർബന്ധമാക്കിയത്. ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോ അതനുസരിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ ഉത്തമന്റെ കടമയാണ്. സാറേ, ഹെൽമറ്റ് വയ്ക്കണമെന്ന് സർക്കാർ പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു. പക്ഷേ എനിക്കത് വേണ്ടെങ്കിൽ വണ്ടി മറിഞ്ഞ് എന്റെ തല 2 പൊളന്നോണ്ട് പോട്ട്, എനിക്ക് കുഴപ്പമില്ലെങ്കിൽ സർക്കാരിന് എന്തോന്ന് കുഴപ്പം? ഉത്തമൻ ഇപ്പൊ പറഞ്ഞ വിവരക്കേട്. ഒരപകടമുണ്ടായി ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല നഷ്ടം, സർക്കാരിനും കൂടിയാണ്. ഉദാഹരണത്തിന്, സ്കൂട്ടറിൽ നിന്ന് വീണ് തല പൊട്ടിയ ഒരാളെ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുമ്പോ സർക്കാർ സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണ്ടേ? ആ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ ഖജനാവിൽ നിന്നാണ് ചെലവാക്കുന്നത്. ചുരുക്കത്തിൽ ഉത്തമൻ ഹെൽമറ്റ് വെക്കാതെ പരിക്കു പറ്റിയാൽ ചികിത്സിക്കുന്നത് എന്നെ പോലെ നിയമമനുസരിക്കുന്നവർക്ക് കൂടി അവകാശമുള്ള പണം കൊണ്ടാണ്. എനിക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ സർക്കാർ ആശുപത്രി പോകുന്നില്ല, ഞാൻ പ്രൈവറ്റ് ആശുപത്രി പോയിക്കോളാം. തീർന്നല്ല പ്രശ്നം. എന്നാലും നിയമം അനുസരിക്കാൻ വയ്യ. സാറേ, നമ്മുടെ നാട്ടിൽ ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിലുള്ള പരിക്കിന്റെ 100 ഇരട്ടി പരിക്കേറ്റവരുണ്ട്. റോഡ് കൊള്ളാത്തതിന്റെ പേരിൽ ആക്സിഡന്റ് സംഭവിച്ചതിലൂടെ. ആദ്യം വണ്ടി ഓടിക്കാൻ കൊള്ളാവുന്നുള്ള റോഡ് ഉണ്ടാക്കട്ടെ സർക്കാർ. അത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണല്ലോ. അത് കഴിഞ്ഞിട്ട് മതി ഹെൽമറ്റ് ഉണ്ടാക്കണത്. നല്ല റോഡില്ലാതെ ഹെൽമറ്റ് വെക്കാത്തതിനാണ് കുറ്റം. നിയമത്തെ ഒരു ബഹുമാനമില്ലാത്തവർ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മോഹനകൃഷ്ണൻ പറയുന്ന കേട്ട് നിൽക്കായിരുന്നു. നമുക്ക് പറയാനല്ലേ സാർ പറ്റൂ. നിയമം അനുസരിക്കുന്നതിനേക്കാൾ അത് ലംഘിക്കുന്നതിനാണ് നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ ഉത്സാഹം. ഒരു കാര്യം പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോ പുച്ഛം. റോഡ് സൈഡിൽ നിന്ന് മൂത്രമൊഴിക്കുന്നവർക്കും പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവർക്കൊക്കെ അവരുടേതായ ന്യായങ്ങൾ. പിന്നെന്തിനാ സാർ നിയമം? നിയമം അനുസരിക്കുന്നവർ വിഡ്ഢികളാകുന്ന നാടാണിത്. എന്നാര് പറഞ്ഞു? മോഹനകൃഷ്ണൻ തൻ്റെ നല്ല മനസ്സുകൊണ്ട് ആളുകളെ ഉപദേശിക്കുന്നു. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരിത് വകവയ്ക്കുന്നില്ല. ബുദ്ധനും ക്രിസ്തുവും ഗാന്ധിജിയും ഒക്കെ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചവരാ. പക്ഷേ നമ്മുടെ ആളുകൾ അതൊന്നും അനുസരിക്കാറില്ല. അതുകൊണ്ട് ബുദ്ധൻ്റെയോ ക്രിസ്തുവിൻ്റെയോ ഗാന്ധിജിയുടെയോ പ്രാധാന്യം ഇല്ലാതായോ? പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, അതേ നമുക്ക് പറ്റൂ. ഇന്ന് ധിക്കരിച്ചവരൊക്കെ ഒരു ദിവസം പറയും മോഹനകൃഷ്ണൻ സാറ് പറഞ്ഞതൊക്കെ കേട്ടാൽ മതിയായിരുന്നു എന്ന്. അന്ന് അവർക്ക് മോഹനകൃഷ്ണൻ സാറിൻ്റെ വില മനസ്സിലാകും. ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവം ഒരു മണ്ടനല്ല എന്ന് കൂടി വിശ്വസിച്ചോളൂ. ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ ആളുകൾക്ക് പുച്ഛം, ഉപദേശിക്കുന്നവരെ കളിയാക്കും. ഈ നാട് നന്നാവില്ല. അങ്ങനെ തീർത്തു പറയേണ്ട മോഹനേട്ടാ. ലോകത്തെ എല്ലാ കാലത്തും കുറെ ചീത്ത മനുഷ്യരുണ്ടായിരുന്നു. അവരോരോ തെറ്റുകൾ ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവർ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ വല്ലതും കേട്ടോ? ഇല്ല. ഇന്ന് മോഹനേട്ടൻ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു പേര് കേട്ടില്ല എന്നതുകൊണ്ട് മോഹനേട്ടനോ മോഹനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്കോ ഒരു കുറവ് സംഭവിക്കില്ല. ഇത് തന്നെയാ ഗംഗാധരൻ സാറും പറഞ്ഞത്. അപ്പൊ അതാണ് കാര്യം. സമൂഹം അംഗീകരിക്കുന്ന, സമൂഹത്തിൽ അന്തസ്സുള്ള ആളുകൾ മോഹനേട്ടൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കും. ഗംഗാധരൻ സാറ് പറഞ്ഞതുപോലെ ശരിയാണെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഉറക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാലും നല്ല ഉദ്ദേശത്തോടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വകവയ്ക്കാതിരിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. കുറച്ചു പേരല്ലേ വകവയ്ക്കാത്തതായിട്ടുള്ളൂ. എന്റെ വില്ലേജ് ഓഫീസർ പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചു തരാറില്ലേ? എല്ലാം ഒന്നും അംഗീകരിച്ചു തരാറില്ല. മോഹനേട്ടൻ പറയുന്നത് എല്ലാം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് കുഴപ്പം.
ഒന്ന്, മോഹനേട്ടൻ അപ്പോൾ ഭയങ്കര അഹങ്കാരിയായി പോവും. ഇനി രണ്ടാമത്തേത്, അങ്ങനെ എല്ലാം ഞാൻ സമ്മതിച്ചു തന്നാൽ പിന്നെ നമ്മൾ എപ്പോഴാ വഴക്കുണ്ടാക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കില്ലെങ്കിൽ പിന്നെ മോഹനേട്ടനും ഞാനും ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതില്ല, പക്ഷേ നീ എന്നെ എപ്പോഴും അംഗീകരിക്കുന്നതാ എനിക്കിഷ്ടം. എനിക്കും. അതുകൊണ്ടല്ലേ ഈ വഴക്കാളിയെ ഞാൻ അവസാനം അംഗീകരിച്ചു തരുന്നത്. ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ചുമതലകളെ സ്വയം ഏറ്റെടുക്കേണ്ടി വരാത്തിടത്തോളം ഉപദേശിക്കൽ രസമുള്ള ഏർപ്പാടാണെന്ന് OV വിജയൻ എഴുതിയിട്ടുണ്ട്. മോഹനകൃഷ്ണൻ പക്ഷെ അങ്ങനെയല്ല. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന ആളാണ് ഈ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസറിന്റെയും വക്കീലിന്റെയും പരാക്രമങ്ങളുടെ കഥയുമായി കാരനിസാരം തുടരുന്നു.